ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നേക്കുന്നത്. പകരം കോയമ്പത്തൂരിലെ ഇഷയിലെ ചില കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇഷയിലോട്ട് പോകുന്ന വഴിയാണിത്. നമ്മൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഇഷയിലോട്ട് വണ്ടിയുണ്ട്. 14D എന്ന വണ്ടി നമ്പറിൽ കയറിയാൽ അവർ നമ്മളെവിടെ എത്തിക്കും. സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിലും ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ കാളവണ്ടിയാണ്. ഇഷ്ടംപോലെ കാളകളെ ഇതുപോലെ മേയാനായിട്ട് വിട്ടിരിക്കുന്നത് കാണാം. സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകുന്നത് ഈ കാളവണ്ടിയിലാണ്. നടന്നു പോകുന്ന ദൂരെ ഉള്ളെങ്കിലും മിക്കവാറും എല്ലാവരും കാളവണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു സൈഡിലോട്ട് പോകുന്നതിന് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്യാം. ഈ കാളവണ്ടിയുടെ 2 സൈഡിലും ഒരാളിനെ കയറ്റും. ഞങ്ങൾ കാളവണ്ടിയിലാണ് സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് പോയത്. പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ കാളകളെ മേയാനായിട്ട് വിട്ടേക്കുന്നത് കാണാം. സ്റ്റാച്ചുവിൻ്റെ പിറകുവശത്തായിട്ടാണ് നമ്മൾ കാളവണ്ടിയിൽ ചെന്നിറങ്ങുന്നത്. ശിവന്റെ ജടയാണ് നമ്മൾ ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമയാണിത്. ശ്രീ നരേന്ദ്രമോദി 2017 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞങ്ങൾ 10 മണി കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. പൊള്ളുന്ന വെയിലായിരുന്നു. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ ഇവിടെ വരാനായിട്ട് ശ്രമിക്കാവൂ. ഇവിടെ വൃക്ഷങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര വെയിലാണ്. ഇതിന് ചുറ്റും കല്ല് പാവിയേക്കുവാണ്. ചെരുപ്പും കൂടെ ഇടാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഭയങ്കര ചൂടാണ്. കാല് പൊള്ളിപ്പോകും. വൈകുന്നേരമോ രാവിലെയോ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. വൈകുന്നേരം 7 മണി മുതൽ ഈ സ്റ്റാച്യൂവിൽ ലേസർ ലൈറ്റനിങ് ഷോ ഉണ്ട്. അത് കാണാനും അടിപൊളിയാണ്. ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. ചുറ്റിനും പാടശേഖരങ്ങളുടെ നടുവിലായിട്ടാണ് ഈ സ്റ്റാച്യു ഉള്ളത്. ഞങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് അവിടെ പോയത്. എന്നിട്ട് നല്ല തിരക്കായിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ കോയമ്പത്തൂരിൽ നിന്നും ഗാന്ധിപുരത്തു നിന്നും ഒക്കെ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റാച്യുവിൻ്റെ ചുറ്റിനും നമുക്ക് വലം വയ്ക്കാം. വെയിൽ കാരണം ക്യാമറയോ വീഡിയോ ഒന്നും കാണാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയ്ക്ക് വെയിലായിരുന്നു. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ വരാം. മൊത്തം രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ച മാലയാണ് ശിവന്റെ കഴുത്തിലായിട്ട് അണിഞ്ഞിരിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അത്രയും വലിയ മാലയാണിത്. സ്റ്റാച്യുവിൽ നിന്ന് നോക്കിയാൽ ചുറ്റിനും കാണുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ സ്വകാര്യ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക സ്ഥലമുണ്ട്. സ്റ്റാച്യുവിൽ നിന്നിറങ്ങി നമുക്ക് വീണ്ടും തിരിച്ചു പോകാനായിട്ട് നടന്നു വേണമെങ്കിൽ പോകാം. ഇല്ലെങ്കിൽ ഇതുപോലെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് 10 രൂപ കൊടുത്ത് വീണ്ടും കാളവണ്ടിയിൽ യാത്ര ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് ആദിയോഗിയുടെ ആശ്രമമുണ്ട്. അവിടെ ഈ ഗേറ്റിനകത്ത് നമുക്ക് ക്യാമറ അനുവദിക്കത്തില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും അവിടുത്തെ എടുക്കാനായിട്ട് പറ്റില്ല. ഇതുപോലുള്ള കൗണ്ടറിൽ നമ്മുടെ സാധനമൊക്കെ സൂക്ഷിക്കാനായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പോകാവുന്നതാണ്.
നമ്മൾ ആഹാരത്തിന് മാത്രമേ ഇവിടെ പൈസ ചിലവുള്ളൂ, അല്ലാതെ ഒന്നിനും ഇവിടെ ഇവർ പൈസ ഈടാക്കത്തില്ല. ആശ്രമത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം അവിടെ ഇരിക്കാനായിട്ട് തോന്നും. വളരെ നിശബ്ദതയാണ് അവിടെ. അതുപോലെ ആശ്രമത്തിനകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനായിട്ട് സൂര്യകുണ്ടം, ചന്ദ്രകുണ്ടം എന്നിങ്ങനെ പേരിൽ പ്രത്യേകം കുളങ്ങളുണ്ട്. നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാനും കുളിക്കാനും ഒക്കെ സൗകര്യങ്ങളുള്ളതുകൊണ്ട് ദൂരെ നിന്ന് വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ആ കുളത്തിലെ വെള്ളം ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷമായിരിക്കും. കുളിക്കാനായിട്ട് അവർ പ്രത്യേകം ഡ്രസ്സ് തരും. അതുകൊണ്ട് നമ്മളെ ഡ്രസ്സൊന്നും നനയത്തില്ല. ബസ്സിൽ വരുന്നവർക്ക് തിരിച്ച് നമ്മൾ ഇറങ്ങിയ സ്ഥലത്തു നിന്ന് തന്നെ എപ്പോഴും ബസ്സുണ്ട് തിരിച്ചു പോകാനായിട്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഈ ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകം ബസ് സർവീസ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോഴും നമ്മൾ പോകുന്നവർ കുറച്ച് രാവിലെ പോകാനായിട്ട് ശ്രദ്ധിക്കണം. 2 മണിക്കൂർ നമ്മളവിടെ ചിലവഴിച്ചിട്ടാണ് തിരിച്ചു പോയത്. ഇഷയിൽ വരാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.